സാമുവേലിൻ്റെ പുസ്തകം 29-ാം അധ്യായം. ഫിലിസ്തീയർ ദാവീദിനെ ഉപേക്ഷിക്കുന്നു. ഫിലിസ്തീയ സേന ആഫ്രിക്കൻ മരുഭൂമിയിൽ കൂടി ഇസ്രായേൽ ജസ്രയിലുള്ള നീർച്ചാലിനടുത്തും പാളയം പിടിച്ചു. ഫിലിസ്തീയ പ്രഭുക്കന്മാർ 100-ഓളം 1000-1000-ആയിരമായും മുന്നോട്ട് നീങ്ങി. ദാവീദും അനുയായികളും അക്കീഷിനോടൊത്ത് പിൻനിരയിലായിരുന്നു. അപ്പോൾ ഫിലിസ്തീയ സേനാധിപൻ ചോദിച്ചു, ഈ ഹെബ്രായർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അക്കീഷ് അവരോട് പറഞ്ഞു, ഇത് ദാവീദല്ലേ, ഇസ്രായേൽ രാജാവായ സാവൂളിൻ്റെ ഭൃത്യൻ. ദിവസങ്ങളല്ല വർഷങ്ങളായി അവൻ എന്നോട് കൂടിയിട്ട് എന്നെ അഭയം പ്രാപിച്ച നാൾ മുതൽ ഇന്ന് വരെ അവനിൽ ഒരു കുറ്റവും ഞാൻ കണ്ടിട്ടില്ല. ഫിലിസ്തീയ സേനാധിപന്മാർ അവനോട് കോപത്തോടെ ചോദിച്ചു, ഇവനെ അയക്കുക, അവന് കൊടുത്ത സ്ഥലത്തേക്ക് അവൻ പോകട്ടെ. യുദ്ധരംഗത്ത് വെച്ച് നമ്മുടെ ശത്രുവാകാതിരിക്കേണ്ടതിന് നമ്മോടൊത്ത് വരേണ്ട. നമ്മുടെ ആളുകളുടെ തല കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടാണ് അവൻ തൻ്റെ യജമാനെ പ്രസാദിപ്പിക്കുക. ഇവനെപ്പറ്റിയല്ലേ അവർ ആടിപ്പാടിയത്, സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. അക്കീഷ് ദാവീദിനെ വിളിച്ചു പറഞ്ഞു, തീർച്ചയായും നീ സത്യസന്ധനാണ്. പാളയത്തിൽ എന്നോടുകൂടിയുള്ള നിൻ്റെ പെരുമാറ്റം എനിക്ക് തൃപ്തിയായിരിക്കുന്നു. നീ എൻ്റെ അടുക്കൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ ഞാൻ നിന്നിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല. എന്നാൽ പ്രഭുക്കന്മാർക്ക് നീ സ്വീകാര്യനല്ല. ആകയാൽ നീ ഇപ്പോൾ മടങ്ങിപ്പോവുക. ഫിലിസ്തീയ പ്രഭുക്കന്മാർക്ക് അനിഷ്ടമുണ്ടാകാതിരിക്കുവാൻ സമാധാനത്തോടെ തിരികെ പോവുക. ദാവീദ് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ യജമാനായ രാജാവിൻ്റെ ശത്രുക്കൾക്കെതിരായി യുദ്ധത്തിന് പോകാതിരിക്കുവാൻ മാത്രം അങ്ങയുടെ സന്നിധിയിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ എന്ത് തെറ്റാണ് അങ്ങ് കണ്ടത്? അക്കീഷ് പറഞ്ഞു, നീ എൻ്റെ മുൻപിൽ ദൈവദൂതനെ പോലെ നിഷ്കളങ്കനാണ്. എന്നാൽ നീ ഞങ്ങളോടൊത്ത് യുദ്ധത്തിന് പോരണ്ട എന്നാണ് ഫിലിസ്തീയ സേനാധിപന്മാർ പറയുന്നത്. ആകയാൽ നീ അനുചരന്മാരോടൊത്ത് അതിരാവിലെ വെട്ടം വീഴുമ്പോൾ തന്നെ പോയിക്കൊള്ളുക. ഇതനുസരിച്ച് ദാവീദ് അനുചരന്മാരൊത്ത് ഫിലിസ്തീയ ദേശത്തേക്ക് മടങ്ങി. ഫിലിസ്തീയരാകട്ടെ ജെറുസലേമിലേക്കും പോയി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.